ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ കാണാൻ പോയിരുന്നു കേട്ടോ. പിന്നെ പൊട്ടിക്കല്ല് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അതാ കണ്ടോ, ഗീതു എന്നാണ് പേര്. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഷിബു തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ 3 ഫാമിലിയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ എത്തി. അവിടുന്ന് പോരുന്ന വീഡിയോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അവിടെ എത്തി കുട്ടീനെയൊക്കെ കണ്ടു, ചായയും പായസമൊക്കെ കുടിച്ച് അങ്ങനെ പോരുകയാണ്. പിന്നെ പൊട്ടിക്കല്ല് ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഞാൻ അവിടെ ആയിരുന്നു കേട്ടോ അംഗനവാടിയിൽ വർക്ക് ചെയ്തിരുന്നത് 3 മാസം. പിന്നെ അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് അറിയണവർ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ വഴിയിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഓരോട് യാത്ര പറഞ്ഞിങ്ങനെ പോരുകയാണ് കേട്ടോ. അപ്പോൾ ഈ പോരുന്ന ടൈമിലാണ് പിന്നെ അവിടെ അടുത്ത് തന്നെയാണ് TK കോളനി. അപ്പോൾ 3 മാസം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ TK കോളനിക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും വന്ന സ്ഥിതിക്ക് അവിടെ നിന്ന് പോയി പോരാ വിചാരിച്ചു കേട്ടോ. TK കോളനി മൊത്തത്തിൽ കണ്ണൊന്നുമില്ല, ജസ്റ്റ് അവിടെ ഒരു പാലവും ഒരു പുഴയുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ളത്. അപ്പോൾ അവിടം വരെ ഒന്ന് പോയിട്ട് കാണാൻ വിചാരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ശിബേട്ടനും കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ. ശിബേട്ടൻ്റെ മോനും ഉണ്ട്, പിന്നെ ഗീതുവിൻ്റെ ഏട്ടൻ്റെ മോനും പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ മറ്റേ വണ്ടിയിലുമാണ്, ഞങ്ങളെല്ലാവരും ഈ വണ്ടിയിലുമാണ് കേട്ടോ. അപ്പോൾ അതാ ജാൻമണി ഉണ്ട്. അപ്പോൾ ജാനുവിൻ്റെ ബർത്ത്ഡേ ആണ് പിറ്റേ ദിവസം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ ഇപ്പം തന്നെ പാട്ടൊക്കെ പാടിയിട്ടിരിക്കുകയായിരുന്നു. ഞാനതിൻ്റെ സൗണ്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ വേണുവേട്ടൻ്റെ കാറിലും ഷിബുവേട്ടൻ്റെ കാറിലും മറ്റോരും അങ്ങനെ കയറിയതാണ് കേട്ടോ. അപ്പോൾ അത് പോണ വഴിക്കലുള്ള കാഴ്ചകളാണ് കേട്ടോ. കുറച്ചേ ഉള്ളൂ കേട്ടോ, പൊട്ടിക്കലിന് കുറേ ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരം തന്നെയുള്ളൂ. അപ്പോൾ പോണ വഴിക്കലുള്ളൊരു കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നല്ല ടൂറിസ്റ്റുകളൊക്കെ വരാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ സ്റ്റേ ഹോമും അതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളിതുവരെ കണ്ടിട്ടും പോയിട്ടൊന്നുമില്ല. ഏട്ടനേറ്റ 1-2 വട്ടം പോയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ, കറക്റ്റ് എനിക്കറിയില്ല. പിന്നെ അപ്പം ഒന്ന് പോയി വരാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ഈവനിങ് ടൈമിലാണ് കേട്ടോ പോണത്. ഇതിപ്പോൾ എന്നാ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ. അന്ന് ഒരു മൺഡേ ആയിരുന്നു, പിന്നെ സ്കൂൾ അവധിയായിരുന്നു ഇവിടെയൊക്കെ മലപ്പുറത്ത്. അപ്പോൾ അന്ന് വൈകുന്നേരത്താണ് പോണത്. പിറ്റേന്ന് ആണ് കേട്ടോ ജാനുവിൻ്റെ ബർത്ത്ഡേ, ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ അതാ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ നടന്നു പോകണം കേട്ടോ. കുറച്ചങ്ങോട്ട് ദൂരത്തേക്ക് നടന്നു പോകണ്ട ഒരു പാലം, ജസ്റ്റ് ഒരു പാലം, അതിൻ്റെ ചോട്ടിലുള്ള വെള്ളച്ചാട്ടവും അങ്ങനെ കാണാൻ അങ്ങനെ വിചാരിച്ച് പോവാണ്. നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടോ ഏട്ടന്. അപ്പോൾ അങ്ങനെ പോവാണ്. ഇതിൻ്റെ മുകളിലേക്കാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. പിന്നെ എന്താ പറയുക, TK കോളനി ഇനിയും കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. അതിൻ്റെ ഒന്നും അടുത്തേക്ക് പോലും ഞങ്ങൾ എത്തിയിട്ടില്ല. ജസ്റ്റ് അവിടെ നിന്ന് പോയി ഇങ്ങനെ പോരാ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ വഴിയിൽ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ ഒരു ഏട്ടൻ അങ്ങനെ എടുത്തിടായിരുന്നു. പിന്നെ പുഴയിൽ നിന്ന് വെള്ളം പോണ പൈപ്പാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചത്. ഇവിടെ ഉള്ളവരൊക്കെ അങ്ങനെയാണ്, നമ്മളെ കൃഷി സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ പുഴയിൽ നിന്ന് പൈപ്പ് ഇടുമല്ലോ. അപ്പോൾ അതേമാതിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മലയിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ നിന്നും തന്നെ പിന്നെ അവരങ്ങനെ പൈപ്പ് ഇട്ടിട്ടൊക്കെയാണ് കൃഷി സ്ഥലത്തേക്കൊക്കെ നനയ്ക്കാനും ഇതിനൊക്കെ ഉപയോഗിക്കൽ കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പ്ലേസ് എത്തിയിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു പാലാണ്, കുറച്ച് പഴക്കം ചെന്ന പാലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര പേടി കേട്ടോ. കാരണം പിന്നെ പാലത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഒരു പേടിയാവില്ല, കാരണം അത്രയും കുതിച്ചാണ് വെള്ളം വരുന്നത്. ഞാൻ അതിൻ്റെ സൗണ്ട് കാണിച്ചാൽ ചിലപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് വരുമോ എന്ന് പേടിച്ചിട്ട് മാത്രം ആ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾപ്പിക്കാത്തത് കേട്ടോ. അത് കുറച്ച് ഞാൻ നടന്ന് പോകുന്ന ആ വഴി ഉണ്ടല്ലോ, അവിടേക്കേ കേൾക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു സൗണ്ട് കേട്ടോ. അതാ കണ്ടോ എന്തൊരു പിന്നെ ശക്തിയിലാണ് വെള്ളം വരുന്നത് എന്ന് കണ്ടോ. ഇതിപ്പോൾ ഞാൻ നോർമൽ സ്പീഡിലാണ് കേട്ടോ കാട്ടിയിട്ടുള്ളത്, സ്പീഡൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല. കണ്ടോ നല്ല ഇതിൽ തന്നെയാണ് വരുന്നത്. ആ മുകളിൽ നിന്നുള്ള മലയിൽ നിന്നൊക്കെയാണ് ഈ വെള്ളം വരുന്നത് കേട്ടോ. എന്താ കോട്ടപ്പുഴ എന്ന് പറയുന്ന പുഴയാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ അങ്ങനെ കണ്ടു. ഇനി ഞങ്ങൾ പാലത്തിൻ്റെ അപ്പുറ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ അപ്പുറ ഭാഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പിന്നെ അവിടെ ഏട്ടനൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, 2 ദിവസം മുന്നേ, 2 ദിവസമല്ല അതിൻ്റെ തലേ ദിവസം അവിടെ ഒരു സ്ഥലത്ത് കരടി വന്നിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കൊന്നും പോകണ്ട, റബ്ബറും പിന്നെ അതേപോലെ തന്നെ പാറക്കെട്ടുകളും അതൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയാൽ ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഇരിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങോട്ട് പോകണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ അനിതാ ഒരു കല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. ഇവിടെയും തന്നെ ചെറിയൊരു തോടുണ്ട്. അപ്പോൾ അത് പിന്നെ കുട്ടികൾക്കൊക്കെ ഒന്ന് കളിക്കാനും ഇതാക്കാനും ഇതുവരെ വന്നതല്ലേ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഒന്ന് പോകുന്നതാണ് കേട്ടോ.
ഈ ടൈമിലാണെങ്കിൽ ചെറുതായിട്ട് ഈവനിങ് സമയമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, മഴ ഇങ്ങനെ പെയ്യാനായി നിൽക്കുന്നുണ്ട് കേട്ടോ. കുടയൊക്കെ കൊണ്ടാണ് പോകുന്നത്, എന്നാലും എല്ലാവരുടെ അടുത്തൊന്നും കുടല്ല കേട്ടോ, കുട്ടികളുള്ളതല്ലേ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് അങ്ങനെ പോവാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ്. എന്താ കണ്ടോ, ചെറിയൊരു തോട് പോലെ മലയിൽ വരുന്ന വെള്ളമാണ് കേട്ടത്. നല്ല തണുത്ത വെള്ളം കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനിങ്ങനെ. അതൊക്കെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ സൈഡിൽ കൂടെ ഒക്കെ പിന്നെ പാറകളുണ്ടെന്ന്. അപ്പോൾ അതാ മരത്തുമ്മ കൂടെ അങ്ങനെ കുരങ്ങന്മാർ ചാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് സൂം ചെയ്തെടുത്തതാണ്, പക്ഷേ കിട്ടിയില്ല. എന്തായാലും അപ്പോൾ കുട്ടികളൊക്കെ ഒന്നിങ്ങനെ കളിച്ചു കേട്ടോ വെള്ളത്തിൽ, കുറച്ച് സമയം ഒന്നിങ്ങനെ കളിച്ചു. ശരിക്കും മഴയൊക്കെ ആയിട്ട് അവധി തന്ന ദിവസമാണ് ഇന്ന്. പുറത്തേക്ക് തന്നെ ഇറങ്ങാൻ പാടില്ല. എന്തായാലും ഞങ്ങളിപ്പോൾ ഈ ഒരു വഴിക്ക് വന്നതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നത്തെ പരിപാടി എന്താ ചോദിച്ചാൽ ഫോട്ടോ എടുക്കുക, അതല്ലേ മെയിൻ. എവിടെ പോയാലും നമ്മൾ എന്തെങ്കിലും പ്ലേസും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുക എന്നുള്ളതല്ലേ മെയിൻ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അനിയും ആദിയും കണ്ണനും എല്ലാവരും ചാടിക്കളിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓൽക്കൊരു മൂന്നാക്കും എവിടുന്നോ ഒരു ചെറിയൊരു കുപ്പി കിട്ടിയിരുന്നു കേട്ടോ, ചെറിയ ടില്ലോൻ്റെ കുപ്പി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു കുപ്പി കിട്ടിയിരുന്നു. എന്നിട്ട് അവിടുന്ന് മീനിനൊക്കെ പിടിച്ചിട്ട് ആ കുപ്പിയിലിട്ടിട്ട് പോന്നിരുന്നു കേട്ടോ. പിന്നെ അവന് വീട്ടിൽ നിന്ന് പോന്നപ്പോൾ തന്നെ ഒരു ഗപ്പീനെയൊക്കെ കൊണ്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് ആനി കേട്ടോ, ആദിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വണ്ടിയിലിരിക്കണു. അപ്പോൾ അതാ ശിവേട്ടൻ കുട്ടികളെ പാൻറ്റൊക്കെ എടുത്തുങ്ങാണ്ട് പിന്നെ അങ്ങനെ ഒരു കമ്പമ്മ തൂക്കിയതാണ് കേട്ടോ, മറ്റത് മറന്നു പോകുമെന്ന് പറഞ്ഞിട്ടേ. ചെക്കന്മാർ മൂന്നാളും പാൻസ് ഊരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സൂപ്പർ സ്ഥലം കേട്ടോ, കുറേ കാണാനുണ്ട് ഇനിയും. പക്ഷേ ഞങ്ങൾക്ക് ഇവിടം വരെ എത്താനേ പറ്റിയിട്ടുള്ളൂ. അന്ന് ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരത്താണ് പോയതെന്ന്. അപ്പോൾ പിന്നെ ഇനി അങ്ങോട്ട് പോയാൽ കുറച്ച് വൈകി പോകും. പിന്നെ അതേപോലെ തന്നെ വിജിക്ക് പെണ്ണിൻ്റെ മുടിയൊക്കെ വെട്ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ പിന്നെ ഒന്ന് പാർലറിൽ പോയി വെട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ മോളിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഇവിടുന്ന് തന്നെ എടുത്ത് പോന്നു. അപ്പോൾ ദാ ഞാനും തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ പോരുകയാണ്. അപ്പോൾ ലച്ചുവിന് ഇവിടുന്ന് കുറേ റീൽസൊക്കെ എടുക്കണം ഈ പാലത്തുമ്പന്ന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നു. പക്ഷെ എനിക്ക് പാലം കണ്ടപ്പോൾ എന്തോ പേടിയാവും കേട്ടോ, കാരണം വെള്ളം എല്ലാതും പാടെ വന്നുങ്ങാണ്ട് നമ്മളെ പാലത്തുമ്പന്നൊക്കെ കൊണ്ടുപോകുമെന്നൊക്കെ ഒരു പേടി കേട്ടോ. എന്തായാലും ഞങ്ങൾ റീൽസും കാര്യങ്ങളൊന്നും അധികമൊന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്